ഷോ നാളെ കോളേജിൽ പോയി ഒരു കലക്ക് കലക്കാനുള്ളതാ. അതാലോചിക്കുമ്പോ അതാ ഉപ്പുപ്പയുടെ വണ്ടി ചോദിക്കാൻ മറന്നു. ഇപ്പൊ തന്നെ ചോദിച്ചേക്കാം. രാവിലെ ആവുമ്പോ ഉപ്പുപ്പ പുറത്തു പോയ പിന്നെ സമയം ഉണ്ടാവില്ല. ഉപ്പുപ്പ ഉപ്പുപ്പ എന്തിനാണ് ഈ വിളിച്ചു കാറുന്നേ? അത് പിന്നെ ഉപ്പുപ്പക്ക് ചായ എന്തെങ്കിലും വേണോ? ഓ, ഈ നട്ടപ്പാതിരക്കല്ലേ ചായ? അത് ഞാനങ്ങ് മറന്നു. അതൊക്കെ പോട്ടെ, എന്തോ കാര്യം നടക്കാനുണ്ട്. അതാ ഈ ഷോപ്പിംഗ്. ഇല്ല, കാര്യം പറ. അത് പിന്നെ ഉപ്പുപ്പ നാളെ ഞാൻ കോളേജിലേക്ക് നമ്മുടെ പുള്ളൊക്കെ എടുത്തോട്ടെ. നടക്കൂല പാത്തു. പ്ലീസ് ഉപ്പുപ്പ, എന്റെ ചക്കര ഉപ്പുപ്പ അല്ലേ. മതി ഷോപ്പിംഗ്. നടക്കൂലെന്ന് പറഞ്ഞാ നടക്കൂല. ഇനി ഒരിക്കലും ഞാൻ ചോദിക്കില്ല. ഒരേ ഒരു തവണ. 4 മണിക്ക് മുമ്പ് ഇവിടെ എത്തിയേക്കണം. താങ്ക് യു ഉപ്പുപ്പ. ഐ ലവ് യു ഉമ്മ. മതി എന്നെ സോപ്പിട്ട്. വേഗം ഉറങ്ങാൻ നോക്ക്. ഇനി ആ മൊബൈലിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കണ്ടേ? ഇല്ല ഉപ്പുപ്പ, ഞാൻ ഇറങ്ങാം. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു പ്രശ്നത്തിലും നിൽക്കരുത് കേട്ടോ. ഉപ്പുപ്പാന്റെ പാത്ത് അങ്ങനെ ചെയ്യോ? ഉപ്പുപ്പാക്ക് പാത്തനെ വിശ്വാസല്ലേ? പിന്നെ നല്ല വിശ്വാസം കുറച്ച് കൂടിപ്പോയി. ഉപ്പുപ്പ വേഗം ഉറങ്ങാൻ നോക്കി. അങ്ങനെ വണ്ടി കിട്ടി. പ്രിയ ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞേക്കാം. ഇതറിയുമ്പോ അവള് ഹാപ്പി ആയിരിക്കും. ഹലോ പ്രിയ, നീ ഉറങ്ങിയോ? ഇല്ലടേ, പറ. ഉപ്പുപ്പ നാളെ ബുള്ളറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വൗ, സമ്മതിച്ചോ? അത് പിന്നെ ഞാനല്ലേ സമ്മതിക്കാതിരിക്കൂ. അതാ സമ്മതിച്ചോന്ന് ചോദിച്ചേ. ഓ, നിന്നൊക്കെ വിളിച്ച് എന്നെ പറഞ്ഞാ മതിയല്ലോ. എന്നാ ശരി. വെക്കല്ലേ. നാളെ 10 മണിയാകുമ്പോഴേക്ക് എത്തിക്കണേ. അതൊക്കെ ഞാൻ എത്തിയേക്കും. എന്നാ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വിക്രം, എന്നോടൊരു വാക്ക് പോലും പറയാതെ നിനക്കിത് എങ്ങനെ ചെയ്യാൻ തോന്നി വിക്രം? ഒന്നുമില്ലേലും ഞാൻ നിന്റെ അച്ഛനല്ലേ. ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ നീ കരുതും പോലെ ഒരു ബിസിനസ് ഡീലല്ല. അത് വളരെ പവിത്രമായ ഒരു ബന്ധമാണ്. ബിസിനസ്സിൽ ജയം നേടാൻ വേണ്ടി നീ ചെയ്യുന്ന തെറ്റുകൾക്ക് മുമ്പിൽ ഞാൻ കണ്ണടച്ചെന്ന് വെച്ച് നീ ഇപ്പോ ചെയ്തതിന് ഞാൻ നിന്നോട് ക്ഷമിക്കുമെന്ന് നീ കരുതണ്ട. കയ്യില് പണവും പാറൊക്കെ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാന്നുള്ള നിന്റെ ഈ വിചാരമുണ്ടല്ലോ, അതിന് എന്തായാലും നടക്കാൻ പോകുന്നില്ല. നിന്റെ അമ്മ ലക്ഷ്മി പോലും ഞാനുമായുള്ള വിവാഹത്തിന് ശേഷം അവളുടെ വീട്ടുകാരുമായി ഒരു ബന്ധവും വെച്ചിട്ടില്ല. അതിനുള്ള കാരണമൊക്കെ നിനക്ക് നല്ലോണം അറിയല്ലോ. എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തേ? അവിടെ പോയി ബന്ധം പിടിക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയേ? അല്ല, ഞാൻ ഈ പറയുന്ന ആരോടാ? നീ ഒന്നും കേൾക്കുന്നില്ല വിക്രം. ഈ വിവാഹം ഒരു ഡീലാണെന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം. അത് എന്താണെന്നാ ഞാൻ ചോദിച്ചേ. എനിക്ക് അതറിയണം. ആ ഡീൽ എന്താണെന്ന് എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. കാരണം അച്ഛൻ എന്ന് പറയുന്ന സ്ഥാനം എന്റെ മനസ്സിൽ നിന്നും പോയിരിക്കുന്നു. എന്ന് നിങ്ങൾ എന്റെ അമ്മയുടെ മരണത്തിന് കാരണമായോ അന്ന് മുതൽ ഞാൻ നിങ്ങളെ വെറുക്കാൻ തുടങ്ങിയതാ. പിന്നെ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് എന്റെ അമ്മക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് ധിക്കരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ, അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ ഔദാര്യത്തിൽ കഴിയാനല്ല. ഞാനൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവളെ അന്തസ്സായി നോക്കാനും എനിക്കറിയാം. അതിൽ നിങ്ങളുടെ ഉപദേശത്തിന്റെ ആവശ്യമില്ല. മോനെ വിക്രം, ഞാൻ എന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഞാനല്ല നിന്റെ അമ്മയുടെ മരണത്തിന് കാരണമെന്ന്. സത്യം ഉൾക്കൊള്ളാൻ നീ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ലക്ഷ്മി പോയപ്പോ നിന്നേക്കാൾ കൂടുതൽ വേദനിച്ചത് ഞാനാ. അവൾ നിനക്ക് അമ്മയായിരുന്നെങ്കിൽ എനിക്ക് അവൾ എന്റെ ലോകം തന്നെയായിരുന്നു. എന്നോടാണോ നീ പറയുന്നേ അവളുടെ മരണത്തിൽ ഞാനാ കാരണമെന്ന്? അവൾ മരിച്ചതിൽ പിന്നെ ഞാനാകെ തളർന്നു. എന്റെ തളർച്ച നേരിട്ട് കണ്ടിട്ടുള്ള ആളാ നീ. നീ തന്നെ ഇങ്ങനെ പറയണം? അയ്യോ മോളെ, എനിക്ക് എന്തേ ചെയ്യുന്നേ? നന്നായി വരട്ടെ. മോളെ കാണാൻ എന്റെ ലക്ഷ്മിയെ പോലെ തന്നെയുണ്ട്. അവളെ അതേ കണ്ണുകൾ. മോളെ പേരെന്താ? മായ. ഇന്ന് വൈകുന്നേരം കൃത്യം 3 മണിക്ക് ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗിൽ എല്ലാ ബോർഡ് മെമ്പേഴ്സും ഉണ്ടായിരിക്കണം. ആർക്കെങ്കിലും വരാൻ തടസ്സമുണ്ടെങ്കിൽ അവർക്കെതിരെ അടുത്ത മീറ്റിംഗിൽ ആക്ഷൻ എടുക്കുമെന്ന് അറിയിച്ചേക്ക്. നമ്മുടെ ഹോസ്പിറ്റലുകൾക്കെതിരെ അവർ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ സത്യമല്ല എന്നാണ് ഈ നിമിഷം വരെ ഞാൻ വിശ്വസിക്കുന്നത്. അതെനിക്ക് തെളിയിക്കുക തന്നെ വേണം. എന്റെ വിശ്വാസത്തിനെതിരെ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പോലീസിന് കിട്ടുന്നതിന് മുമ്പ് അവരുടെ കാര്യത്തിൽ ഞാൻ തന്നെ വിധി എഴുതും. മായ, ഇത് എൻ്റെ അമ്മയുടെ ഓർമ്മകൾ ഒരുപാടുള്ള റൂമാ. ചുറ്റുമുള്ള സാഹചര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നവരെ നിനക്ക് ഈ റൂമിൽ കഴിയാം. എത്ര സമയം വേണമെങ്കിലും നിനക്ക് എടുക്കാവുന്നതാണ്. ദൂരയാത്ര കഴിഞ്ഞു വന്നതല്ലേ, കുറച്ച് റെസ്റ്റ് എടുത്തോ. ഞാൻ പിന്നെ വരാം. പിന്നെ എൻ്റെ ഒരു ഡിസൈനിങ് സുഹൃത്തിൻ്റെ സഹായത്തോടെ ഞാൻ നിനക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം നീ ഒന്ന് നോക്ക്, നിനക്ക് ഇഷ്ടപ്പെടുമെന്ന്. എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. ഞാൻ ഇപ്പോൾ വരാം. ശരി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പറ. അല്ല, ലക്ഷ്മി അപ്പച്ചിയുടെ മരണം എങ്ങനെയാ സംഭവിച്ചേ? നിലവിൽ നിന്നെ ബാധിക്കാത്ത പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുക. നീ ഇപ്പോ വിശ്രമിച്ചോ. 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്ത് സാധനം? ഞാൻ വേറൊന്നും ചോദിച്ചില്ലല്ലോ. അതിനെന്തിനാ എന്നോട് ചൂടാവുന്നേ? ഈശ്വര, ഇതിന്റെ കൂടെ എങ്ങനെ കഴിയാവൂ? അല്ലെങ്കിലും
ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് ഞാനല്ലേ? പിന്നെ എന്ത് അധികാരത്തിലാണ് താൻ അവനോട് ഇത്രയും പേഴ്സണലായ ഒരു കാര്യം ചോദിക്കാനായി മുതിർന്നത്? വേണ്ടായിരുന്നു. ഇവളെന്താ ഫോൺ എടുക്കാത്തെ? എത്ര നേരമായി ഞാൻ ട്രൈ ചെയ്യുന്നേ. ഹലോ ഹലോ പാത്തു. ആ പറ. എന്ത് പറയാനേ? നീ എവിടെയല്ലേ? നീ പോന്നോ? ഞാൻ ബെഡിലാ. വാട്ട്? എന്താ നീ പറഞ്ഞേ? നീ ഇതുവരെ എണീറ്റില്ലേ? സോറിടാ, ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ എത്താം. എന്നെ കൊണ്ട് കൂടുതലൊന്നും നീ പറയിപ്പിക്കണ്ട. എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാകുമ്പോ നീ ഇങ്ങനെ തന്നെ. ചെയർമാനാണ് പോലും ചെയർമാൻ. ടീച്ചേഴ്സ് ഒക്കെ നിന്നെ വെയിറ്റ് ചെയ്യാ. എടി, ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ എത്തും. നീ ചൂടാവാതെ. 10 മിനിറ്റിനുള്ളിൽ എത്തിയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുവേ. എത്തുമെടി. അല്ല പാത്തു, നിന്നെ എത്ര ടൈമായി അവളെ വിളിക്കുന്നേ? ഒരു പരിപാടിയുള്ള ദിവസം നീ ഇങ്ങനെ തന്നെയാണ്. പിന്നെന്തിനാ നീ ചെയർമാനായിട്ട് നിന്നെ? ഓ, ഞാൻ കുറെ പറഞ്ഞ മാനേജറോട് ഞാൻ നിൽക്കുന്നില്ലാന്നേ. അവരെന്നെ ആക്കി. അവർക്ക് അത് തന്നെ വേണം. ഇനിയിപ്പോ അവരെ പറഞ്ഞാ മതിയല്ലോ. നേരത്തിനും കാലത്തിനും എണീറ്റിട്ടില്ല കുഴപ്പാ. അല്ല, ബുള്ളറ്റിന്റെ കീ എവിടെ? പാത്തു, ബുള്ളറ്റ് കൊണ്ടുപോകുന്നൊക്കെ കൊള്ളാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലുണ്ടല്ലോ പിന്നെ നിനക്ക് വണ്ടി തരത്തില്ലേ? ഓ, ഒന്നും ഉണ്ടാകത്തില്ല. ഞാനല്ലേ കൊണ്ടുപോകുന്നേ. അതാ എന്റെ പേടി. കീ എവിടെ പോരാ? എനിക്ക് നേരെ വൈകുന്ന. ആ ഷോക്കേസിലുണ്ടാവും. എന്നാ ശരി, ഞാൻ പോവാണേ. ഉപ്പൂപ്പനോട് പറയണേ. ആ ശരി. ഉപ്പൂപ്പ പറഞ്ഞ പോലെ 4 മണിക്ക് മുന്നേ എത്തിയേക്കണം, കേട്ടല്ലോ? ആരാ വാതിലിന് തട്ടുന്നേ? മോളെ, പേടിച്ചോ? എന്നെ മനസ്സിലായി കാണൂലല്ലേ? ഞാൻ നിന്റെ അപ്പച്ചിയുടെ ഫ്രണ്ടാ. വെറും ഒരു ഫ്രണ്ടല്ലേട്ടോ, എന്റെ എല്ലാമായിരുന്നു അവൾ. മോളെ കണ്ടപ്പോ എനിക്ക് അവളെ ഓർമ്മ വന്നേ. അവളുടെ അതേ കണ്ണുകൾ. മോളെ പേര് മായ എന്നല്ലേ? അതെ. ആന്റിക്ക് എങ്ങനെ അറിയാം? നിന്റെ അപ്പച്ചി ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. നിന്നെ വലിയ ഇഷ്ടായിരുന്നു. എന്നെയോ? അതെ. എന്റെ വിക്രമോനെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ ഓടി എത്തിയതാ ഞാൻ. എന്റെ മകനെ പോലെ തന്നെ അവനെ എനിക്ക്. മോളെ കാണാൻ ഞാൻ മാത്രമല്ലട്ടോ വന്നിരിക്കുന്നേ, എന്റെ ഭർത്താവും മകനോടുണ്ട് കൂടെ. എന്നെ പോലെ തന്നെ 2 പേരും ലക്ഷ്മി ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നേ. അവര് അവിടുത്തെ ഡോക്ടർമാർ മാത്രല്ലട്ടോ, ലക്ഷ്മി ഗ്രൂപ്പിന്റെ ബോർഡ് മെമ്പേഴ്സിലുള്ള ആളുകൾ കൂടിയാണ്. വിശേഷം മുഴുവൻ ഒറ്റയടിക്ക് പറഞ്ഞ് അമ്മ ആ കൊച്ചിനെ ബോറടിപ്പിക്കുമല്ലേ? മോളെ, ഇതാണ് എന്റെ മോൻ സച്ചു. എന്റെ അമ്മയായതുകൊണ്ട് പൊക്കി പറയാന്ന് കരുതല്ലേ. കത്തി അടിക്കാൻ അമ്മയെ കഴിഞ്ഞ് വേറെ ആരും ലോകത്തുള്ളൂ. അമ്മയുടെ കത്തിയെല്ലാം കേട്ടിരുന്ന ലക്ഷ്മി അമ്മയായിരുന്നു. ലക്ഷ്മി അമ്മ പോയതിനു ശേഷം കത്തി വെക്കാൻ ആളില്ലാതെ അമ്മ വിഷമിച്ചിരിക്കുകയായിരുന്നു. കറക്റ്റ് സമയത്താ താൻ വന്നത്. ഇനി അമ്മക്ക് നിർത്താതെ കത്തി വെക്കാൻ ഒരാളായല്ലോ. സച്ചു, പോത്ത് പോലെ വളർന്നൊന്നും ഞാൻ നോക്കില്ല. നിനക്ക് എന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും. ഹായ്, ഞാൻ വിഷ്ണു. ഈ നിൽക്കുന്ന ആളെ ഒരേ ഒരു സന്താനം. അതന്നെ മതിയല്ലോ, ധാരാളം. നിന്റെ ഭർത്താവിന്റെ ഒരേ ഒരു ഫ്രണ്ട്. അവനേതോ പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഓടിയെത്തിയതാ. എന്തോ ബിസിനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞു പോയതാ. വരുമ്പോ ഇതാ പെണ്ണിനെ കൊണ്ടുവന്നേക്കുന്നത്. അവന്റെ സുഹൃത്തായതുകൊണ്ട് പറയല്ല. ചില നേരത്തെ അവൻ പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അതുകൊണ്ട് പുതിയ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ സൗജന്യമായി ഒരു ഉപദേശം തന്നേക്കാം. നോക്കിയും കണ്ടൊക്കെ അവന്റെ കൂടെ നിൽക്കണം. ചെറുക്കന് ദേഷ്യം ഇത്തിരി കൂടുതലാ. സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു തരും. എന്നാൽ മറിച്ചാണെങ്കിൽ ആ ചങ്ക് അവൻ തന്നെ ശരീരത്തിൽ നിന്ന് പറിച്ചെടുക്കും. സച്ചു, നീ മോളെ പേടിപ്പിക്കാൻ എന്തൊക്കെയാ പറയുന്നേ? മോളെ, ഇവൻ പറയുന്നത് പോലെ ഒന്നുമല്ല. എന്റെ വിക്രം നല്ല പയ്യനാ. ലക്ഷ്മി അവന്റെ ജീവനായിരുന്നു. അവളുടെ മരണം അവനെ വല്ലാതെ തളർത്തി. അപ്പം മുതൽ അവന്റെ സ്വഭാവത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നു തുടങ്ങി. ഈ ദേഷ്യവും വാശിയൊക്കെ അത് കഴിഞ്ഞേരം വന്നത് അവന്. പക്ഷേ മോള് പേടിക്കുന്നു വേണ്ടട്ടോ. അവന് മോളെ പൊന്നു പോലെ നോക്കും. അതെ, നിങ്ങളുടെ 2 പേര് സ്നേഹപ്രകടനം കഴിഞ്ഞെങ്കിൽ താഴേക്ക് ചെല്ലി. അവിടെ 2 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കല്യാണപ്പെണ്ണെ വിവാഹം കഴിഞ്ഞ് ആദ്യമായി വീട്ടിൽ വരുന്നവർക്ക് മധുരം കൊടുക്കുന്ന ഒരു ചടങ്ങ് ഇവിടെയുണ്ട്. മധുരത്തിന് പകരമായി ബ്രേക്ക്ഫാസ്റ്റ് മതി. സച്ചു, നീ വന്നപ്പോ തന്നെ എന്റെ കൊച്ചിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ തുടങ്ങിയോ? അമ്മയെ വിശന്നിട്ടല്ലേ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ ഇറങ്ങിയേക്കുന്നേ. സോറി, ഞാൻ നിങ്ങളോട് ഇരിക്കാനൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ഇരിക്കേ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. മോൾ ഫ്രഷ് ആയിക്കോ, ഞാൻ എടുത്തു വെച്ചോളാം. അത് വേണ്ട, ഞാനും ഹെൽപ്പ് ചെയ്യാം. വേണ്ട മോളെ, ഞാൻ എടുത്തു വെച്ചോളാം. അപ്പോഴേക്കും നീ റെഡിയായി താഴേക്ക് വാ. എന്നാ ഞാൻ വിക്രം എവിടെ നോക്കട്ടെ, അവനെയും കൊണ്ട് താഴേക്ക് വരാം. അപ്പോഴേക്കും അമ്മ പോയി ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കി. മോളെന്നാ ഫ്രഷ് ആയി താഴേക്ക് വാട്ടോ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ശരി. ബെസ്റ്റ്. ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടായിട്ടും സാർ ഇവിടെ പുകച്ചുകൊണ്ടിരിക്കുകയാണോ? ഡോക്ടർ സാർ എപ്പോ വന്നു? കുറെ ആയല്ലോ കണ്ടിട്ട്. വിശേഷമൊക്കെ നമുക്ക് പിന്നെ പറയാം. ആദ്യം നീ ഈ കല്യാണത്തിന് പിറകിലുള്ള കാര്യം പറ. എന്തായാലും ഇത്ര പെട്ടെന്ന് നീ ഈ വിവാഹം കഴിക്കണമെങ്കിൽ എന്തോ ഇതിന് പിറകിലുണ്ട്. എന്തോ ബിസിനസ് ആവശ്യത്തിന് പോവുകയല്ലെന്നല്ലേ നീ എന്നോട് പറഞ്ഞേ? പിന്നെ ഈ വിവാഹം എങ്ങനെ കഴിഞ്ഞു? ഈ വിവാഹത്തിന് പിന്നിൽ എന്തോ ഡീലുണ്ടെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞു. പറ, എന്താ ഡീൽ? അവൾ നിന്റെ മുറപ്പെണ്ണല്ലേ? അതെ. നീ എന്നോട് ആ ഡീലിനെ കുറിച്ച് ചോദിക്കരുത്. ആ വ്യക്തിയോടുള്ള ബഹുമാനം കാരണം ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകളെ മാനിക്കണം എന്നതുകൊണ്ട് ഈ ഡീലിന് പിന്നിലെ കാര്യം എനിക്ക് നിന്നോട് പറയാൻ കഴിയില്ല. അപ്പോ ആ ഡീൽ എന്താണെന്ന് നീ പറയുന്നില്ല എന്നല്ലേ?
സാരമില്ല, നീ ആ വ്യക്തിക്ക് നൽകിയ വാക്കിനെ ഞാനും ബഹുമാനിക്കുന്നു. പക്ഷേ പകരം എനിക്ക് ഒരേ ഒരു ചോദ്യത്തിന് നീ മറുപടി തരണം. നീ ചോദിക്ക്. അവളുമായുള്ള നിന്റെ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? വരും ദിവസങ്ങൾ നിങ്ങൾ വേർപിരിയുമോ, അതോ അവൾക്ക് ഭാര്യയുടെ സ്ഥാനം നീ നൽകുമോ? അതൊന്നും ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളുടെ വിവാഹം ഒരു ഡീൽ മാത്രമായിരുന്നു. ഞങ്ങൾക്കിടയിൽ മറ്റു വികാരങ്ങളൊന്നുമില്ല. ഡാ വിക്രം, നീ എന്തൊക്കെയാ പറയുന്നേ? അവൾ നിന്റെ ഭാര്യയാണ്. അവൾക്കും അവളുടേതായ ജീവിതമില്ലേ? നീ വെറുതെ അവളുടെ ജീവിതം വെച്ച് കളിക്കല്ലേ. നിനക്ക് തോന്നുന്നുണ്ടോ അവളുടെ ജീവിതം വെച്ച് ഞാൻ കളിക്കുമെന്ന്? പിന്നെന്തിനാ നീ നിന്റെ അമ്മയുടെ റൂം അവൾക്ക് നൽകിയ? ഓ അതാണോ? ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവൾ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അംഗീകരിക്കാൻ അവൾക്ക് കുറച്ച് സമയം കൊടുക്കേണ്ടിയിരുന്നു. അതുകൊണ്ടാ. അതൊക്കെ പോട്ടെ, ഇന്നലെ ബോർഡ് മീറ്റിംഗ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? അതോർത്ത് താൻ ടെൻഷൻ ആവേണ്ട. നമ്മൾ തെറ്റൊന്നും ചെയ്യാത്തോടത്തോളം കാലം നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് നീ പറഞ്ഞത് ശരിയാ. അയ്യോ, ഞാൻ വന്ന കാര്യം മറന്നു. നിന്നെ താഴെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടടാ. ആ സുന്ദരി, പാത്തു എന്നോട് മിണ്ടാൻ നിൽക്കേണ്ടതാൻ. എന്തു പറ്റി? ഓ, ഇതിൽ കൂടുതൽ ഇനി എന്താ പറ്റാനുള്ള? നിന്റെ പകരം ഞാൻ സ്റ്റേജിൽ കയറി പ്രസംഗിച്ച് ഒരു ചെയർമാനാണ് പോലും. താങ്ക് യു മുത്തേ. ദേ, എന്നെ കൊണ്ട് കൂടുതൽ പഠിപ്പിക്കല്ലേ. അതൊക്കെ പോട്ടെ, അത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട മനുഷ്യനെ തീ തീറ്റിപ്പിച്ചിനി. ഇപ്പൊ ഒരു ധൈര്യം വന്നില്ലേ? പാത്തു, നിന്നോട് ഞാൻ ഇനി മിണ്ടത്തേ ഇല്ല. അങ്ങനെ പറയല്ലേ മുത്തേ. അല്ല, ഞാനിന്ന് ബുള്ളറ്റ് എടുത്തിട്ടുണ്ട്. ഇന്ന് എങ്ങോട്ടാ പോകുന്നേ? നമ്മള് ബീച്ചിലല്ലേ പ്ലാൻ ചെയ്തേ? അങ്ങോട്ടേക്ക് തന്നെ പോവാ. നമുക്ക് രണ്ടാക്കും ബുള്ളറ്റ് പോവാ. അവര് സ്കൂട്ടി എടുത്തോളൂലേ? ഇന്ന് ഞാൻ അവരെ വിളിച്ചു വരാം. വേഗം നോക്ക്, 4 മണിക്ക് മുമ്പ് വീട്ടിൽ കയറണം. അല്ലെങ്കിൽ ഇനി ഉപ്പുപ്പ ബുള്ളറ്റ് തരത്തില്ല. ഉപ്പുപ്പൊക്കെ നിന്നെ നല്ല വിശ്വാസിക്കാരോ. നിന്റെ കൂടെക്കല്ല നടപ്പ്. അത് ഞാൻ അങ്ങോട്ടല്ലേ പറയണ്ടേ?